നിനക്കായി മാത്രം ഭാഗം 3. അങ്ങനെ പതിവ് പോലെ അന്ന് വൈകുന്നേരമായപ്പോൾ പഠിക്കാനെന്ന രീതിയിൽ വൈഗ മുറിയിലേക്ക് കയറി. അച്ഛനും അമ്മയും തൻ്റെ ജാതകം നോക്കാൻ പോയതാണ് എന്നറിഞ്ഞപ്പോൾ മുതലുള്ള ആദിയാണ് അവളുടെ ഉള്ളിൽ. മറ്റൊന്നും കൊണ്ടല്ല, ഇങ്ങനെയുള്ള ജാതകത്തിലും ദോഷത്തിലുമൊക്കെ അതിര് കവിഞ്ഞ വിശ്വാസമുള്ള ആളുകളാണ് അച്ഛനും അമ്മയും. പ്രത്യേകിച്ച് കാർത്തികേയൻ പണിക്കരി പറഞ്ഞാൽ അതെല്ലാം അച്ഛൻ അതുപോലെ അനുസരിക്കാറുമുണ്ട്. അതുകൊണ്ടാണ് ഉള്ളിൽ ഇത്രയും പേടി. മനസ്സിന് അല്പമെങ്കിലും ആശ്വാസം കിട്ടണമെങ്കിൽ ഇപ്പോൾ ഹരിയോട് സംസാരിക്കണം എന്ന് തോന്നി അവൾക്ക്. അതുകൊണ്ട് തന്നെ അവൾ നേരെ ഹരിയെ വിളിച്ചു. ഇപ്പോൾ വിളിച്ച് വെച്ചതേ ഉള്ളൂല്ലോ, എന്നിട്ടെന്താ ഇപ്പോൾ വീണ്ടും വിളിക്കുന്നത്? സ്ക്രീനിൽ വാവ എന്ന് സേവ് ചെയ്തിരിക്കുന്ന നമ്പറിൽ നിന്ന് കോള് വരുന്നത് കണ്ടതും അവൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് അത് അറ്റൻഡ് ചെയ്തത്. ഹരിയേട്ടാ. എടുത്തപ്പോൾ തന്നെ ഒരുതരം ഭയത്തോടെയുള്ള അവളുടെ ശബ്ദമാണ് അവൻ്റെ കാതുകളിലേക്ക് എത്തിയത്. അല്പം മുൻപ് ഫോണിലൂടെ സംസാരിച്ചപ്പോൾ വരെ ഒരു കുഴപ്പവും ഇല്ലാതെ അവൾ ഫോൺ വെച്ചതാണല്ലോ. എന്നിട്ടിപ്പോൾ ഈ ഇത്തിരി സമയം കൊണ്ട് ഇവൾക്ക് ഇതെന്ത് പറ്റി എന്ന ചിന്തയായിരുന്നു അവളുടെ ശബ്ദം കേട്ടപ്പോൾ അവന് തോന്നിയത്. എന്താ വാവേ, എന്താ ശബ്ദം ഇങ്ങനെ വല്ലാതിരിക്കുന്നത്? അച്ഛനും അമ്മയും പണിക്കരെ കാണാൻ പോയിരുന്നതാണ്. അതിനെന്താ? അവർ പോയത് എൻ്റെ ജാതകം നോക്കാൻ വേണ്ടിയിട്ടാണ്. അതിനിപ്പോൾ എന്തിനാ വാവേ നീ ഇങ്ങനെ പേടിക്കുന്നത്? അവർക്ക് ആഗ്രഹം തോന്നി നിൻ്റെ ജാതകം നോക്കി. അതിനിപ്പോൾ എന്തിനാ ഇത്രമാത്രം ടെൻഷൻ അടിക്കാനുള്ളത്? അതല്ല ഹരിയേട്ടാ, അച്ഛന് കാർത്തികേയ പണിക്കർ എന്തെങ്കിലും പറഞ്ഞാൽ അതതുപോലെ തന്നെ അനുസരിക്കുന്നൊരു ശീലമുണ്ട്. അതിപ്പോൾ മുതലല്ല, പണ്ട് മുതലേ ഉള്ളതാണ്. ഒരു കണക്കിന് പറഞ്ഞാൽ അയാൾ പറയുന്നത് പോലെയാണ് അച്ഛൻ ജീവിക്കുന്നത് എന്ന് തന്നെ പറയാം. ഇനിയിപ്പോൾ എനിക്ക് കല്യാണം കഴിക്കുന്നതിനുള്ള പ്രായമായി എന്നെങ്ങാനും അയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ എൻ്റെ കല്യാണം നടത്താനും മടിക്കില്ല. എൻ്റെ പൊന്നു വാവേ, നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തിനാ ചിന്തിച്ചു കൂട്ടുന്നത്? ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്നതിന് എന്തെങ്കിലും സമ്മാനം ഉണ്ടെങ്കിൽ അത് ഞാൻ നിനക്ക് വാങ്ങിത്തരാം. അവൻ്റെ സ്വരം ദയനീയമായിരുന്നു, എങ്കിലും അവളെ കളിയാക്കുന്ന രീതിയിലുമായിരുന്നു. ഹരിയേട്ടാ. അവൾ അവനെ ചിണുക്കത്തോടെ എന്നാൽ അതിൽ ദേഷ്യത്തോടെ തന്നെ വിളിച്ചു. ഈ നിസ്സാര കാര്യത്തിന് ടെൻഷൻ അടിച്ചിട്ടാണോ എൻ്റെ മോളിപ്പോൾ ഇത്ര അത്യാവശ്യമായിട്ട് എന്നെ വിളിച്ചത്? അതല്ല ഹരിയേട്ടാ, അച്ഛനും അമ്മയും അങ്ങോട്ട് പോയപ്പോൾ നല്ല മുഖത്തോടെ ആയിരുന്നു പോയത്. പക്ഷേ തിരികെ വന്ന മുഖത്ത് ആ ഒരു സന്തോഷം എനിക്ക് കാണാൻ പറ്റിയില്ല. അവരുടെ ആ മുഖം കണ്ടപ്പോൾ എനിക്കെന്തോ മനസ്സിലൊരു പേടി പോലെ. അങ്ങനെ തോന്നിയതുകൊണ്ടൊന്ന് വിളിച്ചതാണ്. ഹരിയേട്ടൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അതൊന്നും മാറുമായിരിക്കും. വൈഗ വിഷമത്തോടെ അവനോട് പറഞ്ഞു. നിസ്സാര കാര്യമായാലും വൈഗയ്ക്ക് അല്പം ഭയം കൂടുതലാണ്. അതിന് ചിലപ്പോൾ 2-3 ദിവസത്തേക്ക് ഇങ്ങനെ തന്നെയായിരിക്കും. ഇനി ഊണിലും ഉറക്കത്തിലും ഇത് തന്നെ ആയിരിക്കും അവളുടെ ചിന്തകളിലും മുഴുവൻ. ഹരി പരമാവധി പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാകും അങ്ങനെയൊരു ചിന്തയിൽ നിന്ന് തിരികെ വരിക. അങ്ങനെയൊന്നും ഉണ്ടാകില്ല എൻ്റെ വാവേ. നീ സമാധാനമായിട്ട് ഫോൺ വെച്ചിട്ട് പോയിരുന്നു കുറച്ച് സമയം പഠിക്കാൻ നോക്ക്. ആവശ്യമില്ലാതെ നീ വെറുതെ ചിന്തിച്ച് കളയും. ഈ സമയമുണ്ടെങ്കിൽ നിനക്ക് ഒരുപാട് പഠിക്കാൻ കഴിയും. അവൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കി. വൈഗ പഠിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നത് ഹരിക്ക് അത്ര ഇഷ്ടമല്ലാത്ത കാര്യമാണ്. അവളുടെ വിദ്യാഭ്യാസത്തിലും പഠനത്തിലും താനൊരു തടസ്സമായിട്ട് ഇടയിലേക്ക് വരരുത് എന്ന ചിന്ത ഹരിക്ക് നല്ല രീതിയിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ വൈഗ പഠിക്കാതിരിക്കുമ്പോൾ ഹരി നല്ല രീതിയിൽ അവളെ വഴക്ക് പറയുകയും ചെയ്യാറുണ്ട്. അവൻ അങ്ങനെ പറയുമ്പോൾ ഇടയ്ക്ക് ദേഷ്യത്തിൽ ഫോൺ കട്ട് ചെയ്ത് പോകും അവൾ. എങ്കിലും അത് തൻ്റെ നല്ലതിന് വേണ്ടിയാണ് എന്ന ചിന്ത അവളിലും ഉണ്ട്. അവൻ്റെ ശബ്ദം ഒന്ന് കേട്ടപ്പോൾ തന്നെ കുറച്ച് സമയം കൊണ്ട് താൻ അനുഭവിച്ച ടെൻഷന് ഒരല്പം ആശ്വാസം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം നേരെ പഠിക്കാനിരുന്നു. അല്ലെങ്കിൽ ഇനി താഴേക്ക് ഇറങ്ങിച്ചെന്നാൽ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ ചർച്ച കേൾക്കേണ്ടി വരും. വാവേ. കുറച്ച് സമയം അങ്ങനെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് വാതിൽപ്പടിയിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നത്. ഏട്ടൻ എന്താ നേരത്തെ? അവൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ അവനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവൾ സംശയത്തോടെ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ ഇന്നൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ അത് കഴിഞ്ഞു പോയപ്പോൾ വെറുതെ ഇവിടെ കയറിയതാണ്. ഇനി എന്തായാലും ഇത്രയും സമയമായതുകൊണ്ട് ഫിനാൻസിലേക്ക് പോകുന്നില്ലെന്ന് കരുതി. അവൻ അകത്തേക്ക് കയറി അവളുടെ മുറിയിലെ കട്ടിലിലേക്ക് നീണ്ടു നിവർന്ന് കിടന്നു. ഏട്ടൻ അറിഞ്ഞോ? അച്ഛനും അമ്മയും ഇന്ന് എൻ്റെ ജാതകം നോക്കാൻ പോയിരുന്നു. എന്തോ വലിയ കാര്യം അവനോട് പറയുന്നത് പോലെ വൈഗ പറഞ്ഞു. നിന്റെ ജാതകം നോക്കാൻ പോയിന്നോ? അതെന്തിനാ ഇപ്പോൾ നോക്കുന്നത്? കട്ടിലിലേക്ക് കിടന്നവൻ അത് കേട്ടതും എഴുന്നേറ്റിരുന്നു കൊണ്ട് അവളോട് സംശയത്തോടെ ചോദിച്ചു. അതെനിക്കറിയില്ല, പക്ഷേ ഇന്നെൻ്റെ ജാതകം നോക്കാൻ വേണ്ടി അച്ഛനും അമ്മയും കൂടി രാവിലെ തന്നെ കാർത്തികേയ പണിക്കരെ കാണാൻ പോയിരുന്നു. നിന്നോട് പറഞ്ഞിട്ടാണോ അച്ഛനും അമ്മയും പോയത്? എന്നോട് പറഞ്ഞില്ല. എന്നോട് അച്ഛമ്മയാണ് ഈ കാര്യം പറഞ്ഞത്. പിന്നെ അച്ഛനും അമ്മയും പണിക്കരെയൊക്കെ പോയി കണ്ട് തിരികെ വന്നപ്പോൾ അവരുടെ 2 പേരുടെയും മുഖം അത്ര നല്ല രീതിയിലല്ല ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ മുകളിലേക്ക് കയറി വന്നിട്ട് പിന്നെ താഴേക്ക് പോയിട്ടില്ല. വൈഗ അവനോട് രഹസ്യം പറയുന്നത് പോലെയാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. ഞാൻ വരുമ്പോഴും താഴെ അച്ഛനും അമ്മയും കൂടിയിരുന്ന് എന്തോ ഭയങ്കരമായ ചർച്ചയിലാണ്. അപ്പം മിക്കവാറും ജാതകത്തിലെ എന്തെങ്കിലും കാര്യമായിരിക്കും അവരുടെ ചർച്ച. എന്തോ ആലോചനയോടുകൂടെ ഒന്ന് ഓർത്തെടുത്തുകൊണ്ട് വിച്ചു അവളോട് പറഞ്ഞു.
മിക്കവാറും അടുത്ത് തന്നെ നിന്നെ കെട്ടിച്ചു വിടുമെന്ന് തോന്നുന്നു വാവേ. അവളുടെ മുഖം ഗൗരവത്തിലിരിക്കുന്നത് കണ്ടതും അവളുടെ മുഖത്തൊന്ന് കുത്തിക്കൊണ്ട് അവൻ അവളെ കളിയാക്കുന്ന രീതിയിൽ പറഞ്ഞു. പിന്നെ ആരെങ്കിലും പറയുമ്പോൾ തന്നെ കെട്ടാൻ നിൽക്കുമല്ലേ ഞാനിവിടെ. അങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ ഉള്ളൊന്ന് കിടുങ്ങിയെങ്കിലും വൈഗ അവനെ എതിർത്ത് പറഞ്ഞു. അതിനെതിരെ അവനും ഒന്നും രണ്ടും പറഞ്ഞ് രണ്ടുപേരും വഴക്കിട്ടങ്ങനെ ഇരുന്നു. കുറച്ചു കഴിഞ്ഞതും ഡ്രസ്സൊന്നും മാറാതെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവൻ നേരെ അവൻ്റെ മുറിയിലേക്ക് പോയി. ഇനി അങ്ങനെ വല്ലതോ ആണെങ്കിൽ കെട്ടിച്ചു വിടുവോ? വീണ്ടും അവൻ പറഞ്ഞതുപോലെയുള്ളൊരു ഭയം അവളുടെ ഉള്ളിൽ ഉരുണ്ടു കയറി. ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നഖം കടിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് തന്നെ കുറച്ചു സമയം അവൾ അങ്ങനെ ആലോചിച്ചിരുന്നു. പിന്നീട് എന്താണെങ്കിലും വരാനുള്ളത് വരട്ടെ എന്ന് കരുതി അതിനെ നിസാരമായി തള്ളിവിട്ട് തിരികെ പഠനത്തിലേക്ക് തന്നെ തിരിഞ്ഞു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഇന്ന് വൈഗയ്ക്ക് പരീക്ഷ തുടങ്ങുന്ന ദിവസമാണ്. രാവിലെ അമ്പലത്തിൽ പോകുമെന്ന് ഇന്നലെ വിളിച്ചപ്പോൾ ഹരിയോട് അവൾ പറഞ്ഞിരുന്നു. സാധാരണ അങ്ങനെ പറഞ്ഞിട്ട് വരുമ്പോൾ അവൻ വഴിയിൽ എവിടെയെങ്കിലും അവളെ കാണാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കാറുണ്ട്. പക്ഷേ ഇന്ന് അമ്പലത്തിൽ നിന്ന് തിരികെ വരുമ്പോൾ അവനെ വഴിയിൽ എവിടെയും കണ്ടില്ല. അവനെ കാണുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നത് കൊണ്ട് മനസ്സിലൊരു വിഷമം ഉണ്ടായിരുന്നു. എങ്കിലും അതിനെ വിട്ടുകളഞ്ഞുകൊണ്ട് വേഗത്തിൽ തിരികെ വീട്ടിലേക്ക് നടന്നു അവൾ. അമ്പലത്തിൽ നിന്ന് തിരികെ വീട്ടിലെത്തി കുറച്ച് സമയം കൂടി ഇരുന്ന് പഠിച്ചു. കോളേജിലേക്ക് കാറിലാണ് പോകാറുള്ളത്. സ്വന്തമായിട്ട് അവൾക്ക് കാറൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട് അച്ഛൻ. അതുകൊണ്ട് കാറിലാണ് കോളേജിലേക്ക് പോകുന്നതും വരുന്നതും ഒക്കെ. പരീക്ഷയൊക്കെ നന്നായി തന്നെ എഴുതി കഴിഞ്ഞ ശേഷം അവൾ പുറത്തേക്കിറങ്ങി. കാറിലേക്ക് കയറിയിരുന്നതിന് ശേഷം ഫോൺ സൈലന്റ് മോഡിൽ നിന്ന് മാറ്റാനെടുത്തപ്പോഴാണ് ഹരിയുടെ ഒരുപാട് മിസ്ഡ് കോൾ കിടക്കുന്നത് കാണുന്നത്. ഒരു നിമിഷം ഇന്നലെ താൻ രാവിലെ അമ്പലത്തിൽ പോകുമെന്ന് പറഞ്ഞിട്ടും അവൻ തന്നെ കാണാൻ വരാതെ ഇരുന്നതിലുള്ളൊരു ചെറിയ പരിഭവം അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തിരിച്ചു വിളിക്കണോ വേണ്ടയോ എന്നവൾ ഒരുപാട് സമയം ഒന്ന് ആലോചിച്ചിരുന്നു. അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ഹരി വീണ്ടും അവളുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. ഹരി വിളിക്കുമ്പോൾ മാത്രമായിട്ട് ഒരു പ്രത്യേക കോളർ ട്യൂൺ സെറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ അവനാണ് വിളിക്കുന്നതെന്ന് അവൾക്ക് നോക്കാതെ തന്നെ മനസ്സിലാക്കാൻ പറ്റിയിരുന്നു. പരിഭവം മറന്ന് അവൾ വേഗത്തിൽ തന്നെ ഫോൺ അറ്റൻഡ് ചെയ്തിരുന്നു. വാവേ, കാറായിട്ട് കോളേജിൻ്റെ പുറത്തേക്കൊന്ന് വന്നേ. എടുത്തപാടെ ഒരു ഹലോ പോലും പറയാതെ അവൻ അവളോട് അതാണ് പറഞ്ഞത്. അടുത്ത നിമിഷം തന്നെ അവൻ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. എന്താണ് കാര്യമെന്ന് ചിന്തിച്ചുകൊണ്ട് അവൾ ഫോൺ മാറ്റിവെച്ച് കാറ് നേരെ കോളേജിൻ്റെ പുറത്തേക്കെടുത്തു. കോളേജിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് കാറ് പുറത്തേക്ക് ഇറക്കിയപ്പോൾ തന്നെ കുറച്ച് നീങ്ങിയായിട്ട് അവൻ്റെ കാറ് കിടക്കുന്നത് വൈഗ കണ്ടിരുന്നു. ഒരു സൈഡിലേക്ക് അവൻ്റെ കാറിന് പിന്നിലായി ഒതുക്കി പാർക്ക് ചെയ്തുകൊണ്ട് ഫോൺ എടുത്ത് അവൾ വീണ്ടും അവനെ വിളിച്ചു. ഹരിയേട്ടൻ എന്താ ഇവിടെ? ആശ്ചര്യത്തോടെ ആയിരുന്നു അവളുടെ ചോദ്യം. ഒരു കാര്യമുണ്ട്, ബീച്ച് ഗ്രൗണ്ടിൽ കാർ പേ ആൻഡ് പാർക്ക് ചെയ്തിട്ട് എൻ്റെ കൂടെ വാ. അവൻ പറഞ്ഞു കഴിഞ്ഞതും അവൾ കാർ പേ ആൻഡ് പാർക്ക് ചെയ്തുകൊണ്ട് പുറത്തായിട്ടുള്ള അവൻ്റെ കാറിനടുത്തേക്ക് വന്നു. രാവിലെ എക്സാം ആയിരുന്നതുകൊണ്ട് തന്നെ ഇറങ്ങിയപ്പോൾ ഉച്ച സമയമായിരുന്നു. അവൻ അവളോട് അകത്തേക്ക് കയറാൻ പറഞ്ഞു. അകത്തേക്ക് കയറിയപ്പോൾ തന്നെ അവൻ കാർ എടുക്കുകയും ചെയ്തു. എങ്ങോട്ട് പോവാണ്? ഞെട്ടലോടെ അവൾ അവനെ നോക്കി ചോദിച്ചു. ജസ്റ്റ് ഒരു അരമണിക്കൂർ, ഒന്ന് എൻ്റെ കൂടെ വാ, ഒരു സ്ഥലം കാണിച്ചു തരാം. അവൻ പറഞ്ഞപ്പോൾ അവൾക്കത് എതിർക്കാൻ തോന്നിയില്ല. മിണ്ടാതിരുന്നു. രാവിലെ വരാതിരുന്നതിൻ്റെ പരിഭവം ഇപ്പോഴും കുറച്ച് മാറാനുണ്ട്. വണ്ടി ഏതൊക്കെയോ പരിചയമില്ലാത്ത വഴിയിലേക്ക് കയറുന്നതൊക്കെ അവൾ കണ്ടിരുന്നു. നീ എന്താ എന്നോടൊന്നും മിണ്ടാതിരിക്കുന്നത്? ഒന്നുമില്ല. ഒറ്റവാക്കിൽ അവളുടെ മറുപടി വന്നപ്പോഴേക്കും അവൻ്റെ വണ്ടി ഏതോ ഒരു വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറിയിരുന്നു. ഒരു പണി കഴിയാത്ത വീട്. പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് തോന്നുന്നു. ഇതാരുടെ വീടാണ്? അവൾ ചോദിച്ചു. നീ ഇറങ്ങ്, എല്ലാം പറയാം. അത് പറഞ്ഞുകൊണ്ട് അവൻ കാറിൽ നിന്നിറങ്ങി. അവൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്ന താക്കോൽ ഉപയോഗിച്ച് അവൻ ആ വീട് തുറന്നു. അവന് പിന്നിലായി നിന്നിരുന്ന അവളുടെ കയ്യിൽ അവൻ പിടിച്ചു. വലതുകാല് വെച്ച് തന്നെ അകത്തേക്ക് കയറിക്കോ. അവളോട് അവൻ അങ്ങനെ പറഞ്ഞതും അവൾ അവനെ ഒന്ന് ആശ്ചര്യത്തോടെ നോക്കി. അവളെ നോക്കി ഒന്ന് കണ്ണടച്ച് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ അവളോട് കയറാനായി തലയാട്ടി. ശരിക്കും ഇത് ആരുടെ വീടാണ് ഹരിയേട്ടാ? അകത്തേക്ക് കയറിയ പാടെ അവന് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് അവൾ സംശയത്തോടെ ചോദിച്ചു. വീടിന് ചുറ്റും ഒന്ന് നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചതും അവളുടെ ശബ്ദത്തിൽ ആകെ ഒരത്ഭുതവും ആശ്ചര്യവും നിറഞ്ഞിരുന്നു. നമ്മുടെ വീടാ. അവളുടെ കവിളിലൊന്ന് തട്ടിക്കൊണ്ട് അവൻ പുഞ്ചിരിയോടെ അവളെ നോക്കി പറഞ്ഞു. ഇത്ര വേഗം ഇത്ര വലിയ വീട് പണിത് കഴിയാൻ കഴിഞ്ഞോ? അത്ഭുതത്തോടെയുള്ള അവളുടെ അടുത്ത ചോദ്യം. ഇത് ഞാൻ പണിതൊന്നുമല്ല, പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടായിരുന്നു. കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല സ്ഥലവും. അപ്പോൾ നിന്നെ കൂടി വന്ന് കാണിച്ചിട്ട് നിനക്കൂടി ഇഷ്ടാവുകയാണെങ്കിൽ വാങ്ങാമെന്ന് കരുതി. അവൻ പറഞ്ഞതിനൊന്ന് തലയാട്ടിക്കൊണ്ട് അവൾ വീട് മുഴുവനൊന്ന് നോക്കി. ഒരു ഇരുനില വീടാണ്. ചുറ്റും അധികം സ്ഥലമൊന്നുമില്ല. പക്ഷേ അപ്പുറവും ഇപ്പുറവും ഒക്കെ ഒരുപാട് വീടുകളുണ്ട്. തികച്ചും സാധാരണ രീതിയിലുള്ള ഒരു ഇരുനില വീട്. താഴെ ഒരു ഹാളും അടുക്കളയും വർക്ക് ഏരിയയും ഉണ്ട്. പിന്നെ 2 ബെഡ്റൂമും. മുകളിലെ നിലയിൽ 2 ബെഡ്റൂം, ഒരു ഹാള്.
അങ്ങനെ അത്യാവശ്യം വലുതും എന്നാൽ ചെറുതുമായിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു വീടായിരുന്നു അവൻ നോക്കി വെച്ചിരിക്കുന്നത്. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ തന്നെ വരാം കേട്ടോ. ബൈ.